യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് വന്നു. വായിച്ചോട്ടെ, 8-ാം വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. അപ്പൊ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പിശാചിന്റെ പ്രവൃത്തി അഴിക്കാനാണ്. നമ്മുടെ കടം മാറ്റാനും നമ്മുടെ കഷ്ടത മാറ്റാനും നമുക്ക് വീട് തരാനും കാറ് തരാനും ലോറി തരാനും അതൊക്കെ പാസ്റ്റർമാർ ചുമ്മാ പ്രസംഗിച്ച് അങ്ങനെ പറയുക, നമ്മൾ വശീകരിച്ച് കളയുക. മരത്തിൽ കയറിയിരുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ്റെ പേരെന്താ? മരത്തിൽ കയറിയിരുന്ന ഒരുത്തൻ, പൊക്കം കുറഞ്ഞവൻ, സ്വത്രം സക്കായി. സക്കായിയോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് എന്തിനാ? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. സ്വർഗരാജ്യത്തിൽ നഷ്ടപ്പെട്ടു പോയ എന്നെയും നിന്നെയും രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. നിന്റെ കഷ്ടത മാറ്റാനും കടം മാറ്റാനും അതിനൊന്നുമല്ല. നീ പ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തു ചെയ്യും? നിനക്കുള്ളത് കർത്താവ് തന്നോളൂ എന്ന പ്രോമിസ്, ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി തന്നിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേ, ദാനമായി തന്നിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് തന്നിരിക്കുന്നു എന്ന അവസ്ഥ, അത് വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചെടുക്കണം. അതിന് പ്രമാണം അനുസരിക്കണം, അതുമായിട്ടതില്ല. അതാ എൻ്റെ വിഷയം. സ്തോത്രം. ഇവിടെ ദൈവമക്കളെ ഈ യോഹന്നാന്റെ പഠിപ്പിക്കൽ ഭയങ്കരമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മക്കളായ നമ്മൾ പാപം ചെയ്താൽ നമ്മൾ ആരായി? പിശാചിന്റെ മകനായി. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുക. അതേസമയത്ത് പാപം നമ്മിൽ വന്നാൽ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ആരായി? ശുദ്ധീകരിപ്പാൻ തക്കൊണ്ട് വിശ്വസ്തനും നീതിവാനും. അതാ ഇവിടെ പഠിപ്പിക്കുന്നത്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു, അവൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ദൈവത്തിൽ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്തില്ല. അവൻ്റെ വിത്ത് അവനിൽ. അവൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനമാകുന്ന വിത്ത്. ഈ വിത്ത് വിതയുടെ വിധമായി പഠിക്കുമ്പോൾ മനുഷ്യപുത്രൻ വന്ന് വിത്ത് വിതച്ചു, അത് അനേക ഹൃദയങ്ങളിൽ വീണു. അത് ചിലത് എന്ത് ചെയ്തു? വഴിയരികെ വീണു. ഈ വഴിയരികെ വീണ വിത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? നല്ല ഓർമ്മയുണ്ട്. പറവ ഒന്ന് കൊത്തിയെടുത്തോണ്ട് പോയി. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ? ഹൃദയത്തിലെ ചിന്തകളും പാവങ്ങളും എല്ലാം കൂടിയിട്ട് ഞെരുക്കി എന്ത് ചെയ്തു? പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ടതോ? എന്താ പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ടത്? വേരില്ലായികയാൽ. വയസ്സെത്രയായി? 62 വയസ്സായി. വേരില്ലായികയാൽ വചനം ഹൃദയത്തിൻ്റെ ഉള്ളറിലേക്ക് കയറണം. കണ്ട ചപ്പും ചവറും ഒക്കെ കയറ്റി വെച്ചോണ്ടിരിക്കും, എടുത്ത് വലിച്ച് ദൂരെ കളഞ്ഞിട്ട്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്ത് കയറണം? വചനം കയറണം. അതിൽ പാറപ്പുറത്ത് വീണ പാറ പോലെ ഉറച്ച ഹൃദയം ഇരിക്കുക, മാനസാന്തരം ഇല്ലാതിരിക്കുക. പിന്നെ എങ്ങനെ വചനം കയറുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, ദേവദാസൻ വചനം സംസാരിക്കുന്നു, ഇന്ന് ഞങ്ങൾക്ക് ആ വചനത്തിൻ്റെ പോഷണം ഞങ്ങൾക്ക് വേണം. വചനത്താൽ രൂപാന്തരം ഞങ്ങൾക്ക് ഉണ്ടാകണം. കർത്താവേ, വചനം നൽകിത്തരണം, വചനം നൽകിത്തരണം. ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വചനം, പ്രത്യാശയുള്ള വചനം, സ്തോത്രം, ആത്മീയ വളർച്ചയ്ക്കുള്ള വചനം, ആത്മീയ വർധനവിനുള്ള വചനം, ആത്മീയ നിറവിനുള്ള വചനം എനിക്ക് ദൈവദാസനിലൂടെ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും ഇരുന്ന് അവർക്ക് കിട്ടും. അല്ലാത്തവർക്ക് ഒരു കുന്തവും കിട്ടത്തില്ല, വന്നതുപോലെ പോകും. ദൈവമക്കളെ, ഞാനീ പറയുന്നത് 100% സത്യമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഇത് വിശ്വാസികളുടെ സഹായത്തിനൊക്കെ പോയിട്ട് ഒന്നാമത് 10 വചനം 10 ഉപദേശം പ്രസ്താവിക്കപ്പെടുന്നില്ല, കണ്ട ചാപ്പൻ ചോറുമൊക്കെ വിളിച്ച് പറയുന്നത്. 2, ഈ പോകുന്നവർക്ക് ആ 3.5 മണിക്കൂർ 3 മണിക്കൂർ 2.5 മണിക്കൂർ തീരണം, അത് കഴിഞ്ഞ് പോരണം. അവിടെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ വേറെ വല്ലതും. പല വിഷയമോഹങ്ങളും ഹൃദയത്തിൽ കിടക്കുക. അതുകൊണ്ട് ഈ വചനം ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നില്ല. സ്തോത്രം. എബ്രായ ലേഖനം 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർതിരിക്കുന്നവരെ തുടച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നു. ഈ വചനം നമ്മളിൽ ക്രിയ ചെയ്യാൻ നാം അനുവദിച്ചു കൊടുക്കണം. വചനം പ്രസംഗിക്കുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. ഇനി അഥവാ എന്തെങ്കിലും പ്രസംഗിച്ചാൽ തന്നെ ആ വചന ഹൃദയത്തിൽ വീഴണം. അതിൽ നമ്മൾ രൂപാന്തരം ഉണ്ടാക്കണം.
കീറി മുറിക്കണം ഹൃദയത്തെ, പാറ പോലുള്ള ഹൃദയങ്ങളെ ഉരുക്കണം. അതാണ് തെസ്സലോനിക്കരുടെ ലേഖനം 1-ാം ലേഖനത്തിൽ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികളായി തീർന്നു. ഓ, എന്തോ ഒരു വചന വെളിപ്പാടാണത്. നമ്മൾ ക്രിസ്തുവിനും അപ്പോസ്തലന്മാർക്കും അനുകാരികളായി തീർന്നത് പരിശുദ്ധാത്മാവിനുള്ള സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊള്ളുക. അന്യാത്മാവ് കയറിയിരുന്ന് എങ്ങനെ വചനം കൈക്കൊള്ളുന്നു? ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക്, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാലറിയാം. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്നാലേ ആത്മാവ് പോലും ദൈവത്തിൻ്റെതാകത്തുള്ളൂ. സാമ്പിൾ പറയുന്നത്, യോഹന്നാൻ അപ്പോസ്തലനാണ് പറയുന്നത്. ഈ ലേഖനം വഴി അപ്പോസ്തലനാണ് പറയുന്നത്. 1 യോഹന്നാൻ 4:6 ആ വാക്യം. ഞാൻ പല പ്രാവശ്യം അത് പ്രസംഗിക്കാറുണ്ട്. പല പ്രാവശ്യം പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ട് 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 ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി വരുത്തണം. അതിനായി പറയുന്നത്. എനിക്ക് അറിവുള്ളാഞ്ഞിട്ടല്ല, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെന്ന് പലരും എന്നോട് പറയാറുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അതിൻ്റെ അയൽവക്കത്തോടുകൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുക. യോഗം കഴിയുമ്പോൾ ഒരു ഇടിയും ബഹളവും ചാപ്പാടിക്കുക. ഇറച്ചിയും മീനും ഒക്കെ എനിക്കറിയാം. ചില ചർച്ചകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞാൽ ബിരിയാണിയാണ്, മീറ്റിംഗ് കഴിഞ്ഞാൽ പപ്പടം പഴം പായസം വെച്ച് തിരുമ, മാസയോഗം കഴിഞ്ഞാൽ ഇറച്ചിയും മീനും കൂടി വെച്ച് തിരുമ. അപ്പോൾ ഈ മാസയോഗത്തിന് പോകുന്നതും വലിയ കൺവെൻഷനൊക്കെ പോകുന്ന ആൾക്കാർ തിന്നാൻ പോവുക. ഞാൻ പണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലത്തും. ഒട്ടുമുക്കാലും പേര് പോകുന്നതല്ല. എന്നെ ഒരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഒരു സഹോദരൻ TPM ഒരു സഹോദരൻ വിളിച്ചു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ സ്നേക്സും ചായയും. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇറച്ചിയും മീനും പപ്പടം പിന്നെ തൈര് പച്ചക്കറി അതും ഇതൊക്കെ ഭയങ്കര ചാപ്പാട്. ഞാൻ നോക്കുമ്പോൾ ബൈബിൾ സ്റ്റഡിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ചാപ്പാടിക്കാൻ വരുന്ന ഇത്. പഠിപ്പിക്കുന്ന പഠനവും ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. മൃഗം വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. കർത്താവ് ഒന്ന് സഭയെടുക്കുമ്പോൾ ആ ഒരുക്കത്തിനുള്ള മെസ്സേജ് പ്രസംഗിക്കേ. കാഹളം തിരിച്ച് കർത്താവ് വരുമ്പോൾ ഇപ്പം വിളിയെന്ന് പറയുന്നത് എന്താ? അവനെ താൻ ഇരിക്കുന്ന പോലെ കാണുന്ന അവനെ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവ് ഒന്ന് സഭയെ നമ്മൾ ദൈവ മക്കളായി തീരണം. ഇതേതവസ്ഥ? ഇതൊക്കെ വലിയ പഠനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പ്രസംഗിക്കാൻ തുടങ്ങണം. കൊരിന്ത്യർ സഭയിൽ അത് പ്രസംഗിച്ചു, റോമാ സഭയിൽ പ്രസംഗിച്ചു, ഗലാത്യ സഭ. കർത്താവ് അവരെ പഠിപ്പിച്ചത് മുഴുവൻ ആ സഭയിൽ അവർ പ്രസംഗിച്ചു. അവർ പ്രസംഗിച്ചത് ലിഖിതമായി കൈ തന്നിട്ട് പിന്നെ അത് പറയാതെ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇവരെ പറയേണ്ടത്? ഏതർത്ഥത്തിൽ നമുക്ക് അവരോട് പറയാൻ പറ്റും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ വചനം ദൈവം എന്നെ ഫലമേൽപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞേ മതിയാവും. അല്ലെങ്കിൽ ഞാൻ കുറ്റവാളിയായി തീർന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കിടക്കുക. അതുകൊണ്ട് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അവന് പാപം ചെയ്യാൻ കഴിയില്ല. ദൈവവചനം ഉള്ളിൽ വസിക്കുന്നവര് പാപം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നുള്ള വചനം എങ്ങനെ വരും? പാസ്റ്റർ നിങ്ങളെന്നോട് ചോദിക്കും. പാപം വരും, പാപത്തിലേക്ക് നമ്മൾ എടുത്തിയാടും, അടുത്ത സെക്കൻഡിൽ ശുദ്ധീകരണം പ്രാപിക്കും. ആ സെക്കൻഡിൽ ശുദ്ധീകരണം പ്രാപിക്കും നമ്മൾ. അല്ലെങ്കിൽ ഒരു പാപബോധം ഉള്ളിലുണ്ടാവും. എനിക്കങ്ങനെ വരാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തരും അത് തീരുമാനിക്കേണ്ടത്. ഒരു തെറ്റിലേക്ക് എടുത്തിയാടിയ മനസാക്ഷി കുത്തപ്പെടുത്തും. നീ തെറ്റ് ചെയ്തു. താവേ എന്നോട് പൊറുക്കണം കർത്താവേ, താവേ എന്നോട് ക്ഷമിക്കണം കർത്താവേ, എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി, സംസാരത്തിൽ വന്നുപോയതെല്ലാം ക്ഷമിക്കണം കർത്താവേ. ഈ വചന സൂക്ഷിക്ക് ഇരിക്കുമ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടായിരിക്കുന്നത്. എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത്. ഇതെല്ലാം സ്വർഗീയമായ ചിന്തകളാണോ? അല്ലല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. വചനമാകുന്ന വിത്ത് അവനിൽ വസിക്കുന്നു. അവന് പാപം ചെയ്യാൻ കഴിയുന്നതുമില്ല. അഥവാ പാപം ചെയ്താൽ ശുദ്ധീകരണം പ്രാപിച്ചു വരും എന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവൻ ആരും ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെന്ന് അവിടെ പറയുന്നത്. ഒരു ഭയങ്കര പ്രയോഗം കേട്ടോ അത്. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ. നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വചനം അനുസരിക്കാത്തവൻ.
റോമർ 6 നമ്മൾ പഠിച്ചല്ലോ, വചനം അനുസരിച്ച് നീതി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം കിട്ടും. അപ്പോൾ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ നീതി പ്രവർത്തിക്കുന്നില്ല, പിന്നെ എങ്ങനെ ശുദ്ധീകരണം കിട്ടും? കേട്ടോ, മനസ്സിലായോ? അതാ അതിൻ്റെ കടപ്പ്. ഈ വചനത്തിൻ്റെ ആ രീതി നമ്മൾ മനസ്സിലാക്കുക. നീതി പ്രവർത്തിക്കുമ്പോഴാണ് വിശുദ്ധീകരണം കിട്ടുന്നത്. ഇവിടെ നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കുന്നവനാരും ദൈവത്തിൽ നിന്നുള്ളവനല്ല. സഹോദര സ്നേഹം അറ്റുപോയ ഒരു ആത്മീയ ഗോളമാണ് നമ്മുടെ മുൻപിലുള്ളത്. സാറുമാരോടൊരു സ്നേഹവുമില്ല, മനസ്സലിവുമില്ല, കനിവുമില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, അപകടകരമായ അവസ്ഥയിലൂടെയാണ് ഈ വചനത്തിൻ്റെ രചന. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനാരും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ പിന്നെ സാത്താൻ്റെ വകയാണ്. നിങ്ങൾ 14 വാക്യം വായിച്ചു. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കും. സത്യം സത്യമായിട്ട് ഞാൻ പറയാം, കൃപാവരങ്ങളൊന്നും നമ്മളില്ലെങ്കിലും വലിയ പ്രവചനവും മറ്റു കാര്യങ്ങളും പ്രസംഗങ്ങളൊന്നും ഇല്ലെങ്കിലും തമ്മിൽ സ്നേഹിച്ചാൽ മതി കേട്ടോ. ആ കൽപ്പനയേക്കാൾ വലിയൊരു കൽപ്പനയില്ല, പുസ്തകത്തിലില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഒരു ശാസ്ത്രി ഒരു പരീക്ഷണം കണ്ടപ്പോൾ വന്ന് യേശുവിനോട് ചോദിച്ചു, ഏറ്റവും മുഖ്യ കൽപ്പന ഏത്? ഏറ്റവും മുഖ്യ കൽപ്പന ഏത്? കർത്താവ് എന്താ പറയുന്നത്? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അടുത്ത് ഒരു കൂട്ടുകാരനെ ഇന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങി. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതൊക്കെ ഒന്ന് വായിച്ചു പോകുന്ന നല്ലത്. നമുക്കെല്ലാം അറിയാമെങ്കിലും നമുക്കൊക്കെ ചില സമയത്ത് ഇതെല്ലാം മറന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു വലിയ ഗുരുതരമായ വീഴ്ച അനേകരിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മനുഷ്യരിലും ദൂതന്മാരിലെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കോണം വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ എന്നേതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷ്യപ്പെടുന്നില്ല, ദോഷം കടക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. 15-ാം വാക്യം. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത്. അപ്പോൾ ശൈശവാവസ്ഥ വിടാതെ നമുക്ക് മറ്റുള്ള സ്നേഹിക്കാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ ശിശുവിനെ കുറിച്ച് പറയുന്നത് ജഡീകനാണെന്ന്, ജഡപ്രകാരം ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മീയ ശൈശവ വിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ സ്നേഹിക്കാൻ പറ്റില്ല. ശൈശവ വിടണമെങ്കിൽ സ്വതന്ത്രം എന്ത് ചെയ്യണം? വചനം ആഴത്തിൽ പഠിക്കണം. വചനം പഠിപ്പിക്കുന്നവരിൽ നിന്ന് പഠിക്കണം. ചുമ്മാ വല്ലയിടത്തും പോയി പഠിച്ചുകൊണ്ട് കഥയില്ല. നിർമ്മലമായ ദൈവവചനം, മായമില്ലാത്ത പാല് ജനത്തെ പറഞ്ഞ് പഠിപ്പിച്ച് കേൾപ്പിക്കുന്നിടത്ത് പോകണം. സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്നാലൊന്നും വിശ്വാസി വളരത്തില്ല. അതല്ലേ ഇന്ന് പെന്തക്കോസ് വളരാതെ കോടതിയും കേസും വഴക്കും അടിയും ബഹളമായിട്ടൊക്കെ പോകുന്നത്. എന്തോ ഒരു അന്യായമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര കേസാണ് പെന്തക്കോസുകാരുടെ കോടതി കിടക്കുന്നത്. തലപ്പത്തിരിക്കുന്ന മേലളന്മാർക്ക് ഇതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? ഈ കേസെല്ലാം കൂടി ഒത്തുതീർപ്പാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ പോകണ്ടേ? അതിന് കോടതി വിധി പറയട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. കോടതി വിധി പറയുമ്പോൾ എതിരാളിയിൽ നിന്ന് വല്ലതും കിട്ടുമോ അത് നോക്കിയിരിക്കുക. ഇവരെപ്പോലെ ദ്രവ്യാഗിരികൾ ലോകത്തുണ്ടോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീയ നേതൃത്വത്തിൽ ബാബു വേട്ടമല നല്ലൊരു ആത്മീയനാണ്. നേതൃത്വ നിരകളിൽ അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തി പോലും നമ്മുടെ ആത്മീയ നേതൃത്വ നിരകളിൽ ഇല്ലെന്നുള്ളത് വളരെ നിർഭാഗ്യകരമെന്ന് താൻ എപ്പോഴും പറയും.
ഞാനത് ഏറ്റുപറയുക. നേതൃത്വ നിരകളിൽ നമുക്കുണ്ട്, വലിയ സ്കോളേഴ്സ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, റവറൻഡന്മാരുണ്ട്, മൾട്ടി വിസയുള്ളവരുണ്ട്, ഗ്രീൻ വിസയുള്ളവരുണ്ട്. പക്ഷേ ആത്മീകരായിട്ടുള്ളവരില്ല. അത് വലിയൊരു ദുഃഖകരമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനം ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. ആത്മീക ശൈശവാവസ്ഥ വിട്ടാലേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കിവിടെ ഒരു കുഞ്ഞുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്, മോൾക്കൊരു കുഞ്ഞുണ്ട്. അവനെന്നെ സ്നേഹിക്കുന്നത് എന്തിനാണെന്നറിയാം? ഭയങ്കര സ്നേഹം കാണിക്കും. മൊബൈൽ കൊടുക്കണം കാർട്ടൂൺ കാണാൻ. ഞാൻ പപ്പയ്ക്ക് കാല് തടയി തരാം, ഞാൻ അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, പപ്പയ്ക്ക് തുണി എടുത്തുകൊണ്ട് വരാം, അവിടെ കിടക്കുന്ന എടുത്തു തരാം എന്നൊക്കെ പറയും. എന്തിനാണെന്നറിയോ? ഈ കാപട്യ സ്നേഹമാണ്. മൊബൈൽ കൊടുക്കുക. മൊബൈൽ കൊടുക്കുന്നില്ലെങ്കിൽ എന്നെ വഴക്കം പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. എന്താ കാര്യം? ശിശു അവനത് ചെയ്യുന്ന ശൈശവാവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. നമ്മളത് മനസ്സിലാക്കുന്നു. നമ്മൾ കുറേ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവുക. മൊബൈൽ കൊടുത്തില്ലെങ്കിൽ അതും സങ്കടവും കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ്. ഭയങ്കര പരാതി പറച്ചില്ല. കൊടുക്കുമ്പോൾ സന്തോഷം. അത് ശിശുവായതുകൊണ്ടാണ്. അതുപോലെയല്ലേ ഇന്ന് പെന്തക്കോസ്ത് സമൂഹം. എന്തെങ്കിലും കിട്ടിപ്പോലുണ്ടെങ്കിൽ സന്തോഷം, കിട്ടുന്നില്ലെങ്കിലോ ഞായറാഴ്ച ഇച്ചിരി ഇറച്ചിയില്ലെങ്കിൽ എല്ലാ അപ്പോഴും കഴിക്കാൻ. ഇച്ചിരി ഇറച്ചി മീനുണ്ടെങ്കിൽ ഒരു സന്തോഷം. ശൈശവാവസ്ഥയാണ്. തിന്നലും കുടിക്കുന്നതിലും ഒന്നുമില്ല കഥ. എന്ത് കിട്ടിയാലും തിന്നണം. ഇനി പട്ടിണി ഇരിക്കുന്നവരല്ലേ അപ്പോസ്തലന്മാരെ? ഈ നാളികേരങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസം കൂടാതെ ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും എല്ലാറ്റിനെയും അഴുക്കായി തീർന്നിരിക്കുന്നു. 1 കൊരിന്ത്യർ 4:9, 11, 12, 13 ബൈഹാർട്ടായിട്ട് വായിച്ച് പഠിച്ചോണം. അത് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ആ നിലയിലായെങ്കിൽ നമ്മളും പട്ടിണി കിടക്കണമെന്നല്ല പറയുന്നത്. കഷ്ടപ്പാട് അനുഭവിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. എന്തിനാണ് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്? പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്ന അനുസരണം പഠിച്ച് തികയാനാ. അപ്പോൾ കഷ്ടതയില്ലെങ്കിലോ അനുസരണം വേണ്ട, തോന്നിയ പോലെ ജീവിക്കാം. കഷ്ടതയിലൂടെയാണ് ഒരു ഭക്തൻ അനുസരണം പ്രാപിക്കുന്നത്. അതാ പൗലോസ് എഴുതി വെച്ചേക്കുന്നത്. പത്രോസ് പറയുന്നു 2 കൊരിന്ത്യർ 2, പത്രോസ് 2:20, 1 പത്രോസ് 2:20 ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക. നമുക്ക് ആ മാതൃകയൊന്നും വേണ്ട. കഷ്ടത വേണ്ടെന്നേ. വല്ല കിട്ടിപ്പോരുണ്ടോ? കഷ്ടതയിലൂടെയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്. പെന്തക്കോസ്ത് സമൂഹമേ, കഷ്ടതയെടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുന്നവരെ, കഷ്ടതയിലൂടെയാണ് ദൈവം നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യ ശരീരത്തിൽ വന്നപ്പോൾ തന്നെ ശുദ്ധീകരിച്ചത് കഷ്ടതയിലാണെന്ന് പൗലോസ് പഠിപ്പിക്കുക. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. പുത്രന് കഷ്ടത അനുഭവിച്ച് അനുസരണം പഠിച്ച് തികയണമെങ്കിൽ നമുക്കത് വേണ്ടെന്ന് പറയുന്ന വിഡ്ഢികളുടെ ഒരു പരമ്പരയായി നമ്മൾ മാറിയിരിക്കുക. കഷ്ടത ശാപമാണെന്ന് പഠിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും ബാംഗ്ലൂരൊക്കെ കൂമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. സീനിയർ പാസ്റ്റർമാരാണെന്ന് പറഞ്ഞ് വെള്ളി കിട്ടി നടക്കുന്ന കുറേ പേര് എനിക്കറിയാം. ഞാൻ പേരും പ്രസ്ഥാനമൊന്നും പറയുന്നില്ല. കഷ്ടത ശാപമാണ്, കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ കൊണ്ടുപോകാൻ ഞാൻ മുറിച്ചു തരാം, ശാപം മുറിച്ചു തരാം. ഇതുപോലെ അന്യായമായ ഉപദേശം, വേദപുസ്തകത്തിനെതിരെ പറയുന്നൊരു ഉപദേശം ഈ പ്രോസ്പെരിറ്റിക്കാരിൽ 1000, 2000, 3000, 4000, 10000 കൂട്ടി വരുത്തി അവരുടെ പൈസ മുഴുവൻ അടിച്ചു മാറ്റി അവരെ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാർക്കുമെതിരെ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊരു അറുതി വരുത്തണം കർത്താവേ. ഇല്ലെങ്കിൽ എന്തോ പറ്റും? പാവം പിടിച്ച ജനം നശിച്ചു പോകും. ആ ഒരു വേദന എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരാം. പെട്ടെന്ന് വായിച്ച് നിർത്താൻ താല്പര്യപ്പെടുക. കായിൻ ദുഷ്ടനുള്ളവരായി സഹോദരനെ കൊന്നതുപോലെയല്ല. കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും, കായിൻ്റെ പ്രവൃത്തി ദോഷവും, ഹാബേലായ സഹോദരൻ്റെ പ്രവൃത്തി നീതിയുള്ളതുമായിരുന്നു. ഇത് കായന്മാരാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. ഹാബേലുമാർ കുറവാ. സഭ മുഴുവൻ കായന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകൻ. അത് കായന്മാരാ. കായന്മാരും യൂത പറയുന്നു, കായന്മാരും ബലയാന്മാരും പിന്നെ 3 ഗ്രൂപ്പ് ആൾക്കാരാ. കോരഹിൻ്റെ പുത്രന്മാർ. കായിൻ്റെ ഗ്രൂപ്പും കോരഹിൻ്റെ ഗ്രൂപ്പും
പിന്നെ ആരാ പറഞ്ഞ? ബിലയാമിന്റെ ഗ്രൂപ്പ്. ബിലയാമിന്റെ പ്രതീകം ദ്രവ്യാഗ്രഹികൾ. ഞങ്ങളെ പ്രസംഗത്തിന് 50,000 രൂപ തരണം, 30,000 തരണം, 40,000 തരണം. ഒരു ബിരുദം പറയുക, എന്നെ കൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ കാശടിച്ച് മാറ്റുന്ന പള്ളിയാണ്. എന്നെ കൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കുന്നു, എനിക്ക് തന്നുകൊണ്ടിരുന്നത് ഇത്രയാ, എനിക്ക് ഇനി ഇത്ര തരണം. എങ്ങനെയുണ്ട്? ഇവരൊക്കെ ഏത് ദൈവത്തിൻ്റെ ദാസന്മാരെന്നായി പറയണം നിങ്ങൾ? എനിക്ക് 50,000 തരണം, എൻ്റെ റേറ്റ്, എനിക്ക് എന്നെ വിളിച്ചാൽ നിങ്ങൾ താങ്ങത്തില്ലെന്ന്. എന്താ ഈ പറയണേ? ഞാൻ എന്താ ഇവരെക്കുറിച്ച് പറയണ്ടേ? ഞാനൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നുകിൽ ഇവർ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ഈ ഫീൽഡ് വിട്ടവർ പോകണം. ദൈവം അവരെ നീക്കിക്കളയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ജനം നശിച്ചു പോകും. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക്. 10,000 തന്നവൻ 20,000 തരണം, 10 തന്നവൻ 20% തരണം, 20 തന്നവൻ 30 തരണം. തോർത്ത് വിരിച്ച് പള്ളയിലടിച്ച് പാട്ടുപാടി കാശുണ്ടാക്കരുത്. അതല്ലേ നല്ലത്? എന്തിനാണ് ദൈവദാസന്റെ വേഷം കെട്ടി ഈ വക കൊള്ളരുതായ്മ നടത്തുന്നതെന്ന് ഞാൻ ചോദിച്ചു പോവുക. എന്നെക്കൊണ്ട് ചോദിപ്പിക്കുക. ഞങ്ങളുമൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാ. ഞങ്ങളുമൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നവരാ. ഉപവാസ പ്രാർത്ഥനയ്ക്കും പ്രസംഗിക്കും, സഭായത്തിൽ പോയി പ്രസംഗിക്കും, പരസ്യയോഗങ്ങൾ നടത്തും. എല്ലാ ശുശ്രൂഷകൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കാറുണ്ട്, ചെയ്യാറുമുണ്ട്. ഈ വക കൊള്ളരുതായ്മകൾ ഞങ്ങൾ പറയാറില്ല, ചെയ്യാറില്ല. കാരണം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. സ്തോത്രം. ദൈവം ശിക്ഷ വിധിച്ച് വെള്ളസിംഹാസനത്തിന് മുൻപാകെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത്. എന്നെപ്പോലെ വചനം പ്രസംഗിക്കുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, അനേക ചെറുപ്പക്കാരുണ്ട്, അനേക പ്രായമുള്ളവരുണ്ട്. അവരെല്ലാം ഈ വിശുദ്ധ ഉപദേശം പ്രസംഗിക്കുന്നവരാ. അവർക്ക് ഇടുക്കവും ഞെരുക്കവും ആണ്. കർത്താവ് അതാണല്ലോ പറഞ്ഞത്, ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ പോരാടെ. പലരും കിടപ്പാൻ നോക്കും. ഇടുക്ക് വഴിയിലൂടെ നമ്മുടെ യാത്ര. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ഈ ഇടുക്ക് വഴിയെ വലിച്ച് നീട്ടി വിശാലമായ വഴിയിലിട്ടിരിക്കുക. ആ വിശാലമായ വഴിയിലൂടെ പോകുന്നവർക്ക് ടൈറ്റാനിക് തരുന്ന മുന്നറിയിപ്പ് ഞാൻ തരാൻ പോവുക. തകർന്ന തരിപ്പണമാകാൻ പോവുക. ഓടി രക്ഷപ്പെട്ടുള്ളൂ. ജീവനും കൊണ്ട് രക്ഷപ്പെടെ. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? കാരണം എൻ്റെയൊക്കെ കാലം അധികം ഇല്ലെന്ന് എനിക്കൊരു തോന്നൽ വന്നേക്കാം മനസ്സിൽ. അധികമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞങ്ങ് ചത്തേക്കാവുന്നൊരു ചിന്ത കയറിയേക്കാം. ഓഷ്കും പിന്നെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വിളിച്ച് പറഞ്ഞ് ചാകുന്നതിലും ഭേദം സത്യസന്ധമായിട്ട് വിളിച്ച് കട്ടിയായി വിളിച്ച് പറഞ്ഞ് അങ്ങ് മരിക്കുക. അതാ നല്ലത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി ആവണമെങ്കിൽ ആകട്ടെ. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം അങ്ങനെ പോയവരല്ലേ? രക്തസാക്ഷിയായി പോയവരല്ലേ വിശ്രാമ സ്ഥലത്തുള്ളത്? ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ അനേകർ മരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എങ്ങോട്ടാ പോണേ? എനിക്ക് ഭയമാണ്. കാരണം പ്രാർത്ഥിച്ചവർ സ്വർഗത്തിലേക്ക് വിടുകയാണ് പലരും. ഞാനത് വ്യക്തമായി കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പറയുക. എല്ലാവരും കൂടി കൂട്ടമായി പ്രാർത്ഥിച്ച്, ഓരോ സംഘടനക്കാർ പ്രാർത്ഥിച്ച്, എല്ലാം കൂടി പ്രാർത്ഥിച്ച് പുള്ളിയെ ഈ ബസ്പൂർഖാൻ എന്ന് തള്ളി നിത്യതയിലേക്ക് ഇടുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പുള്ളി അതൊന്നുമല്ല ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി. ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും. ഫിലിപ്പിയർ 2 ഒന്നുള്ള വാക്യങ്ങൾ വായിച്ചേ. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുക ചില മിനിറ്റുകൾ കൂടി. ഫിലിപ്പിയർ 2 1 മുതൽ. ഫിലിപ്പിയ ലേഖനം 2:1 മുതൽ. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന് വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാകുകയും, കാഠിന്യത്താലല്ല, ദുരഭിമാനത്താലല്ല, സാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. അതെ,
മതി. 5 വരെയുള്ള വാക്യം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തേക്ക് പോകാനുള്ള ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള 3-4 വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വരണം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 2:16. 1 കൊരിന്ത്യർ 2:16. അത് വായിച്ച്. ഈ 3 വാക്യങ്ങൾ പലപ്പോഴും ഞാൻ പറയാറുണ്ടെങ്കിലും അതിൻ്റെ റെഫറൻസോട് കൂടി ഇപ്പോൾ പറയുക. 2:16. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് കൊരിന്ത്യ ലേഖനത്തിലുള്ളവർ, കൊരിന്ത്യ വിശ്വാസികൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം വേണം, ക്രിസ്തുവിൻ്റെ മനസ്സ് വേണം. ഇനി 2 പത്രോസ് 1:4 അതുകൊണ്ട് വായിച്ചേ. 2 പത്രോസ് 1:4 ഷാർപ്പായിട്ട് വളരെ ക്ലാരിറ്റി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ. നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീർന്നു കഴിയുമ്പോൾ സ്വർഗത്ത് പോകാനുള്ള ക്വാളിറ്റി നമുക്ക് ലഭിച്ചു. അതിനാണ് ഞങ്ങൾ ഉപദേശം പഠിപ്പിക്കുന്നത്. പാസ്സായോ? ഇല്ല. ഞാൻ ആകാനുള്ള ഓട്ടക്കളത്തിൽ ഓടില്ല. പിമ്പുള്ളതൊക്കെ മറന്ന് മുമ്പോട്ട് ഞാൻ പറയുന്നുണ്ട്, ഇതിനെ ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്ന പിമ്പുള്ളതൊക്കെ മറന്ന് മുമ്പിളിന് വേണ്ടി ലാക്കിലേക്ക് ഓടുന്നു. സ്തോത്രം. പിടിച്ചു കഴിഞ്ഞൊന്നും തികഞ്ഞവനായെന്നല്ല, പിടിക്കാമെന്ന് വെച്ച് പിന്തുടരുക. പൗലോസ് അതാ ചെയ്ത്, നമ്മളതാ ചെയ്യണ്ടേ. തികഞ്ഞവനായിട്ടല്ല തികയാനോടുക. പിടിച്ചു വന്നിരിക്കുന്നില്ല, പിടിക്കാമെന്ന് വെച്ച് പിന്തുടരുക. ഏത് സമയത്തും തട്ടിപ്പോകാം, ഏത് സമയത്തും പിടിവിടാം. പ്രമാണം വിട്ടാൽ നമ്മൾ പോയി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവും ഭക്തികത്വ ഉപദേശവും അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പോകാം. എവിടെ വെച്ച് പ്രമാണം വിടുന്നോ അവിടെ വെച്ച് നമ്മുടെ ഗ്യാസ് പോയി. ഇതൊക്കെ ആരാ പഠിപ്പിക്കുന്നേ? ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് വന്ന് 3-4 പാട്ടും പാടി ഒരു സങ്കീർത്തനവും വായിച്ച് കുറേ ബഹളം വെച്ച് കുറേ മുതലോ കണ്ണീരൊഴുക്കി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. കാക്കാശിന് പോക്കില്ലായിരുന്നു. ഞങ്ങളുടെ അപ്പനും അമ്മയും സുവിശേഷകരായിരുന്നു. അപ്പനും അമ്മയും സുവിശേഷം പറഞ്ഞ് മരിച്ചു. ഇപ്പം മക്കളാകുന്ന ഞങ്ങൾക്ക് 4 മക്കളുണ്ടായി. 4 പേരും, ഒരാൾ അമേരിക്കയിൽ, ഒരാൾ ലണ്ടനിൽ, ഒരാൾ സൗദിയിൽ, ഒരാൾ കുവൈറ്റിൽ. എങ്ങനെയുണ്ട്? ദൈവം അനുഗ്രഹിച്ചു. എഫേസ്യർ 1:3 മറന്നുപോയോ നമ്മൾ? സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടത്. നമ്മളെ പുതിയ നിയമ സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ്. ഭൗതിക അനുഗ്രഹമല്ല. അബ്രഹാമിനെയും യാക്കോബിനെയും സോളമനെയും ദാവീദിനെയും പഴയ നിയമത്തിലെ ക്യാരക്ടറൊക്കെ ജോബിനെയൊക്കെ അനുഗ്രഹിച്ചത് ഭൗതിക അനുഗ്രഹം കൊണ്ടാണ്. അതാണ് ഇന്നത്തെ കള്ളപ്രവാചകന്മാരെടുത്ത് പറയുന്നത്. നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു ദൈവം, നിന്നെ വിടിവിക്കാൻ പോകുന്നത്. ഞാൻ പറയും നിന്നെ വിടിവിക്കാൻ പോകുന്നു. ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണോ? എഫേസ്യർ 1:3 ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെ? സ്പിരിച്വൽ ബ്ലെസ്സിങ്. പിതാവായ ദൈവം ക്രിസ്തുയേശുവിലൂടെ ലോകത്തുള്ള സകല ദൈവമക്കളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ആ ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ജീവിച്ച് അത് പ്രാപിച്ചെടുക്കുക. ലവോദിക്കയുടെ ചിത്രം എന്താ? ആത്മീക ദരിദ്രൻ, ആത്മീക കുരുടൻ, ആത്മീക നഗ്നൻ, ദാരിദ്ര്യത്തിൻ്റെ പടികുടി കിടക്കുക. ലവോദിക്ക 7 സഭകൾ, 7 നവീകരണ കാലഘട്ടങ്ങളാണ്. അവസാനത്തെ ലവോദിക്ക കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ, ദൈവസഭ എന്ന് പറയുന്നവരുടെ ഒരു ചിത്രമാണ് യോഹന്നാനെ കർത്താവ് കാണിച്ചു കൊടുത്തത്. സ്തോത്രം. ആ ഭാഗം വേണമെങ്കിൽ എടുത്തൊന്ന് വായിക്കാം. വായിച്ചൊക്കെ നിർത്താം. അതൊന്ന് വായിച്ച്. വെളിപ്പാട് പുസ്തകം 3:17 മുതൽ. വെളിപ്പാട് 3 അല്ലല്ല വായിച്ചോ. ധനവാൻ മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്
നീ നിർഭാഗ്യവാൻ, അരിഷ്ടനും, ദരിദ്രനും, കുരുടനും, നഗ്നനും അറിയാതിരിക്കുക. മതി മതി, അറിയാതിരിക്കുക, മതി മതി, അറിയാതിരിക്കുക. വിശ്വാസിയുടെ ആത്മീയ നിലവാരം അവൻ അറിയത്തില്ല. കുറച്ച് അക്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞിരിക്കുക. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനോ ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായാൽ ആത്മീകനുമല്ല ജഡീകനുമല്ല. രണ്ടും കെട്ട പരുവത്തിൽ കിടക്കുക. ആത്മീകനാണോ? ആത്മീകനല്ല. ജഡീകനാണോ? ജഡീകനുമല്ല. രണ്ടും കെട്ട പരുവം. ശീതോഷ്ണവാൻ എന്ത് ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നത്? വായിൽ നിന്ന് ഉമിണ്ണ് കളയുമെന്ന്, പല്ല് തേച്ചിട്ട് തുപ്പിക്കളയുന്ന പോലെ ദൈവം നിന്നെ തുപ്പിക്കളയുമെന്ന്. അതവിടെ എഴുതി വച്ചേക്കുന്നത്. ശീതവാനായെങ്കിൽ കൊള്ളായിരുന്നു, ഉഷ്ണവാനായിരുന്നു കൊള്ളായിരുന്നു. ഈ രണ്ടും കെട്ട പരുവത്തിൽ കിടക്കുന്ന വിശ്വാസികളെ പരിശുദ്ധാത്മാവ് ഇന്നേക്ക് 2000 വർഷം മുൻപ് ദൈവപുത്രൻ ആത്മാവിൽ പ്രവചിച്ച് പറഞ്ഞ വചനമാണ് യോഹന്നാൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ലവോദിക്കയുടെ ദൂത്, പുതിയ നിയമസഭ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന പുതിയ നിയമസഭയുടെ ചിത്രമാണ് ലവോദിക്ക. ആത്മീക കുരുടൻ, ആത്മീക ദരിദ്രൻ, ആത്മീക നഗ്നൻ എന്ന് അറിയാതിരിക്കുന്നു. ആത്മീയ അനുഭവം അറിയത്തില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്. അവരറിഞ്ഞതുമില്ല. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അവരറിഞ്ഞതുമില്ല. ഇവിടെ അറിയാതിരിക്കുന്നു. വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും മുക്കിക്കളഞ്ഞു. അവരറിഞ്ഞില്ല. സീരിയസ്, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഇത്. എന്നെ പോലുള്ളവനെ ഇത് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു സ്വതന്ത്രം രീതിയിലാണ് ഞങ്ങളുടെ ദൈവവചന പഠനം. പട്ടിണി കിടന്ന് പഠിച്ചതാണ് ഇതൊക്കെ. 3 നേരം മൂക്കുപൊട്ട തിന്നുകൊണ്ടല്ല പഠിച്ചത്. പട്ടിണി കിടന്ന്. ഞാനും കുടിക്കാനും ഇല്ലായിരുന്നു ഈ വചന പഠന സമയത്ത്. ഞാനിപ്പോഴും ഓർക്കും. ഞങ്ങൾ വചനം പഠിച്ച് കഴിയുമ്പോൾ ഇച്ചിരി കഞ്ഞിയോ എല്ലാം കിട്ടിയാലായി. ചിലപ്പോൾ നല്ല വ്യാപാട് കിട്ടിയാലായി. വ്യാപാട് കിട്ടണമെന്ന് നോക്കാറില്ല. ദൈവവചന പഠനത്തിന് വേണ്ടി സമർപ്പിച്ച് ചില വർഷങ്ങൾ ദൈവസന്നിധി ഇരുന്നപ്പോൾ കർത്താവ് പഠിപ്പിച്ചു ഇങ്ങനെ ചില പഠനങ്ങൾ. 7 സഭകൾ, 7 കാലഘട്ടങ്ങളാണ്. അതിന് ഓരോ ദൈർഘ്യങ്ങളുണ്ട്. കാലഘട്ടത്തിൻ്റെ ദൈർഘ്യങ്ങൾ വരെയുണ്ട്. യൂട്യൂബിൽ കിടപ്പുണ്ട്. ലവോദിക്ക എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ആ വചനമൊക്കെ എടുത്ത് കോട്ടിക്കളഞ്ഞ് കൂട്ടി ചേർത്ത് മറിച്ച് കളഞ്ഞൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക ഞാനും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ കുരുട് മാറണം, നമ്മുടെ ആത്മീയ ദാരിദ്ര്യം മാറണം, നമ്മുടെ ആത്മീയ നഗ്നത മാറണം. ആത്മീയ കുരുട് എങ്ങനെ മാറും? എങ്ങനെയാണ് ആത്മീയ കുരുട് മാറുന്നത്? സ്തോത്രം. പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാട് വന്നു കഴിയുമ്പോഴാണ് ആത്മീയ കുരുട് മാറുന്നത്. ആത്മീയ ദാരിദ്ര്യം എങ്ങനെ മാറും? ദൈവസഭയുടെ സമ്പത്ത് എന്താ? പഥ്യവചനം, പഥ്യോപദേശം, ഉപനിധി. അത് നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോഴാണ് ആത്മീയ ദാരിദ്ര്യം പോകുന്നത്. ആത്മീയ നഗ്നത എങ്ങനെ മാറും? പറ. രക്ഷാവസ്ത്രം, നീതീൻ വസ്ത്രം ദൈവം നമുക്ക് തന്നു. യെശയ്യാപ്രവചനം 56-ാം അധ്യായം. ഈ രക്ഷാവസ്ത്രവും നീതി വസ്ത്രവും നഷ്ടപ്പെട്ടപ്പോൾ ആത്മീക നഗ്നനായി. അതാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിലുള്ള സഭകളുടെ ഒരു ചിത്രം. ഞങ്ങൾക്ക് കൺവെൻഷനുണ്ട്, കൺവെൻഷൻ പന്തലുണ്ട്, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഹോളൊക്കെ കെട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ബാത്റൂം 25 പണിതിട്ടുണ്ട്, എല്ലാം ഉണ്ട്. കോടിക്കണക്കിന് ഇവിടെ ആസ്തികളുണ്ട് ഞങ്ങൾക്ക്. പെർമനന്റ് പന്തൽ. ഞങ്ങൾക്ക് ഹോളൊന്നും വേണ്ട. ഞങ്ങൾ പെർമനന്റ് പന്തൽ കെട്ടി കൺവെൻഷൻ നടത്തുന്നില്ല. അത്രത്തോളം ആസ്തി ഞങ്ങൾക്കുണ്ട്. അല്ലയോ കുരുടന്മാരെ, കുരുടന്മാരായ വഴികാട്ടികളെ എന്നാണ് കർത്താവ് യഹൂദന്മാരെയും ശാസ്ത്രിമാരെയും പരീശന്മാരെയും വിളിച്ചത്. ഏകദേശം അതേ പരുവത്തിലായി കിടക്കുക. മടങ്ങി വരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആത്മീക കുരുട് മാറണം, ആത്മീക ദാരിദ്ര്യം മാറണം, ആത്മീക നഗ്നത മാറണം. അതിനുള്ള വഴികൾ ഞാൻ സംക്ഷിപ്ത രൂപമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച്, ഇതൊരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെയും വെച്ച് കേൾക്കണം.
കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലൊരു ആത്മീക അടിത്തറ യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന, അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം പണിയപ്പെടുന്ന, ദൈവാത്മാവ് വസിക്കുന്നൊരു ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്ന ഒരു ഗ്രഹമായി തീരുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരും. ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.